ഹായ് കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ലോർഡ്. കിഴക്കുദിക്കും സൂര്യ നിന്റെ സൃഷ്ടിതാവാര്, കിഴക്കുദിക്കും സൂര്യ നിന്റെ സൃഷ്ടിതാവാര്, സർവ സൃഷ്ടിക്കുടയവൻ എന്നെ 4-ാം ദിവസം സൃഷ്ടിച്ചു. കിഴക്കുദിക്കും സൂര്യ നിന്റെ ജീവപ്രകാശമേത്, നിത്യജീവപ്രകാശനം ദൈവമാണ് ജീവപ്രകാശം നൽകിയത്. നിത്യജീവപ്രകാശനം ദൈവമാണ് ജീവപ്രകാശം നൽകിയത്. കിഴക്കുദിക്കും സൂര്യ നിന്റെ കഠിന ചൂടേത്, ദഹിപ്പിക്കുന്ന അഗ്നിയാം ദൈവമാണ് എനിക്ക് ചൂട് നൽകിയത്. ദഹിപ്പിക്കുന്ന അഗ്നിയാം ദൈവമാണ് എനിക്ക് ചൂട് നൽകിയത്. കിഴക്കുദിക്കും സൂര്യ എന്നാൽ അസ്തമിക്കുന്നതെന്തേ, കിഴക്കുദിക്കും സൂര്യ എന്നാൽ അസ്തമിക്കുന്നതെന്തേ, യോശുവയെ വാക്കാൽ ദൈവം എന്നെ പിടിച്ചു നിർത്തിയതാം, യോശുവയെ വാക്കാൽ ദൈവം എന്നെ പിടിച്ചു നിർത്തിയതാം. യഹോവ അമാലേക്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്ങനെയാണത് ചെയ്തത്? അതെ, യഹോവ അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ കുഴക്കി തോൽപ്പിച്ചു. ബേത്ത്ഹോരനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു. അസക്ക വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത്ഹോരൻ ഇറക്കത്തിൽ വെച്ച് അസക്ക വരെ യഹോവ ആകാശത്ത് നിന്ന് ഒരു വലിയ കല്ല് അവരുടെ മേൽ പേയിച്ചു. അവരെ കൊന്നു. വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. പിന്നെ അതിശയകരമായ ഒരു കാര്യം അവിടെ നടക്കുകയാണ്. യോശുവ ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. നമുക്ക് യോശുവയുടെ 10-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലും 10-ന്റെ 42-ാം വാക്യത്തിലും നമുക്ക് ഈ പ്രയോഗം കാണാം. നമ്മുടെ ദൈവം ബലവാനും യുദ്ധവീരരുമായ ദൈവമാണ്. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ അരാം രാജാക്കന്മാർ 5 മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചു. അവർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന വാർത്ത യോശുവ കേട്ടി. ഗുഹയുടെ ദ്വാരത്തിങ്കിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അവരെ കാക്കേണ്ടതിന് അവിടെ ആളെ ആക്കുവീൻ, നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ ആ പിൻപടയെ സംഹരിപ്പീൻ എന്ന് യോശുവ കൽപ്പിച്ചു. അങ്ങനെ അവിടെ മഹാസംഹാരം നടന്നു. ജനമൊക്കെയും സമാധാനത്തോടെ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കളെ യാതൊരുത്തിൻ്റെയും നേരെ ആരും തൻ്റെ നാവ് അനക്കിയതുമില്ല. യോശുവയുടെ കൽപ്പന പ്രകാരം യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമുത്ത് രാജാവ്, യാഗീസ് രാജാവ്, അതുപോലെ എഗ്ലോൻ രാജാവ്, ഈ 5 രാജാക്കന്മാരെയും യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ആ പടജനത്തിൻ്റെ അധിപന്മാരോട് യോശുവ പറഞ്ഞു, രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വെട്ടിക്കൊന്നു. 5 മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ ഇട്ടു. ഗുഹയുടെ ദ്വാരത്തിൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു. ഇങ്ങനെ യോശുവ മക്കേദ, ലിബ്ന, എഗ്ലോൻ, ഹെബ്രോൻ, ദെബീര തുടങ്ങിയ ദേശങ്ങളൊക്കെ പിടിച്ചടക്കി.
10:40 മുതൽ നാം കാണുന്നത് ഇങ്ങനെ: യോശുവ മലനാട്, തെക്കദേശത്ത് താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തിനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമ്മൂലമാക്കി. യോശുവ കാദേശ് ബർന്നയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. എന്നോട് ചേർന്ന് പറയാം: യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഇന്നത്തെ വാക്യം സങ്കീർത്തനം 24:7-8. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടായുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആ ബലവാനും യുദ്ധവീരനുമായ യഹോവ തന്നെ. സങ്കീർത്തനം 24:7-8. കിഴക്കുദിക്കും സൂര്യാനിനക്ക് പേരു നൽകിയതാര്, കിഴക്കുദിക്കും സൂര്യാനിനക്ക് പേരു നൽകിയതാര്. നീതി സൂര്യനാം ദൈവമാണ് എനിക്ക് സൂര്യൻ എന്ന പേർ നൽകിയത്. നീതി സൂര്യനാം ദൈവമാണ് എനിക്ക് സൂര്യൻ എന്ന പേർ നൽകിയത്. കിഴക്കുദിക്കും സൂര്യ അസ്തമിക്കുന്നതെന്തേ, കിഴക്കുദിക്കും സൂര്യ അസ്തമിക്കുന്നതെന്തേ. യോശുവേ വാക്കാൽ ദൈവം എന്നെ പിടിച്ചു നിർത്തിയതാം. യോശുവേ വാക്കാൽ ദൈവം എന്നെ പിടിച്ചു നിർത്തിയതാം. God bless you.